മണമൊക്കെ ഉണ്ടല്ലേ. അത് വന്നിട്ടുണ്ട് കേട്ടോ, കിളിക്ക് പാത്തു. അവളൊരു ഹായ് ഗായ്സ്, ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ആദ്യം നമ്മളെ യൂട്യൂബ് ഡയറി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇന്ന് ചെയ്യാനുള്ള വീഡിയോസിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുവാണ് കേട്ടോ. ടൈറ്റിൽ ഞാൻ ഇതുവരെയും കൊടുത്തിട്ടില്ല, അത് മിക്കവാറും അപ്ലോഡ് ചെയ്യുമ്പോഴായിരിക്കും അപ്പോൾ ഒരു ഐഡിയ ടൈറ്റിലായിട്ട് വരുന്നത്. പിന്നെ കറണ്ട് സബ്സ്ക്രൈബേഴ്സ് എത്രയുണ്ട് അതും കൂടെ ഞാനത് എഴുതി വെക്കും കേട്ടോ. അതിനുശേഷമായിരിക്കും എൻ്റെ ഡെയിലി പ്രൊസീജിയർ എടുക്കുന്നത്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മളൊരാളെ, ഇത് നമ്മൾ പുതിയൊരു അതിഥിയാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം വരുന്നുണ്ട് പുള്ളിക്കാരി. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഫുള്ളൊന്നുമില്ല, ഇപ്പം നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാര്യം ബാക്കിയൊക്കെ നോർമൽ ഉറക്കം, ക്ഷീണം, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നത്. അപ്പോൾ രാവിലെ ഞാനൊന്ന് എണീച്ചാൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ട്, ഇത് നമ്മളുണ്ടാക്കിയ ഫിഷ് ടാങ്കാണ് കേട്ടോ. അപ്പോൾ ഈ ഫിഷ് ടാങ്കിൽ ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. മീനെ ഇതുവരെ ഇട്ടിട്ടില്ല. മുന്നേ ഉണ്ടായിരുന്നു, ആ സംഭവം പോയതായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇനി ഗപ്പി കുഞ്ഞുങ്ങളെന്തെങ്കിലും കൊണ്ടിടണം. എന്നിട്ട് ഇതുപോലെ ഇലയൊക്കെ വീഴുന്ന ജസ്റ്റ് ഞാൻ കോരിക്കളയും കേട്ടോ. കുറച്ച് പായലിട്ടിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം അതിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ. അപ്പം നമ്മളിതാണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കുറേ ചെടികൾ പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ വെയിലെത്തി കൂടുതലാണ്. അപ്പോൾ ഈ ചെടികളൊന്ന് വളർന്നു കഴിഞ്ഞാൽ വെയിൽ അവിടെ കുറയും ചെയ്യുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് ഇടാൻ വേണ്ടി കുറച്ച് മീനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ അതിന് ഇതുപോലൊരു മീൻ കൊട്ടയിൽ ഞാൻ വെച്ചേക്കുവാണ് കേട്ടോ. ആദ്യം ഒരു ദിവസം തുറന്ന് വെച്ചായിരുന്നു. എൻ്റെ മീനെ എന്ത് കൊണ്ടുപോയെന്ന് എനിക്കറിയത്തില്ല, ഒരെണ്ണത്തിന് എന്തോ എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ഇതുപോലെ നെറ്റ് ഇട്ടിട്ട് അടച്ച് വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം ഇവരൊക്കെയാണ് നമ്മൾ അതിഥികൾ അതിനകത്തുള്ളത്. കുറച്ച് മീനുകളുണ്ട്, ഗോൾഡ് ഫിഷും കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളും പിന്നെ മോളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെയാണ് അവർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡ് ഇട്ട് കൊടുത്ത് അവരതും കഴിക്കാൻ വേണ്ടി കയറി വരും. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം മാക്സിമം ഷൂട്ട് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം റെസ്റ്റ് പറഞ്ഞേക്കുവാണ്, നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരുപാടൊന്നും ഇങ്ങനെ ചെയ്യാറില്ല പണികളൊന്നും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ പണികൾ, അപ്പം ഞാൻ വിരുന്ന് ബോറടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാനിതേപോലെ മാങ്ങ പൊളിയെടുക്കുവാണ് കേട്ടോ. ഈ മാങ്ങയൊക്കെ ഉപയോഗിക്കുന്നൊരു സൂക്ഷിച്ചൊക്കെ ഉപയോഗിക്കണം, മാങ്ങയൊന്നും കിട്ടാനില്ല ഇപ്പം. അപ്പോൾ ഈ വരുന്നതെല്ലാം കല്ല് വെച്ച് പഴുപ്പിക്കുന്നതൊക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊതി കൊണ്ട് മേടിക്കും, കട്ട് ചെയ്ത് തിന്നും എന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സൂക്ഷിക്കുക കേട്ടോ, മാക്സിമം കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നും ഇതുപോലൊക്കെയാണ് കേട്ടോ, സമയം കിട്ടുമ്പോൾ മൂഡ് തോന്നുമ്പോൾ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതുപോലൊരു പേപ്പർ റോൾ വെച്ചിട്ട് അടിപൊളി ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നമ്മൾ മാക്സിമം എന്തോത്തിനെങ്കിലും ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് മറക്കും കേട്ടോ. അപ്പം അതിനൊരു പ്രധാന തെളിവാണ് കേട്ടോ എൻ്റെ ഈ ഒരു കാര്യം. അപ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വീഡിയോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നടുവേദന ഉണ്ടെന്നോ എൻ്റെ ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ഞാൻ ഒരുപാട് മറക്കും. അപ്പം അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഒളിച്ചു വയ്ക്കാനുള്ളൊരു മാർഗം കൂടിയാണ് എനിക്കിതൊക്കെ. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഹോബീസിനെ പിൻപറ്റുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ഹാപ്പിനെസ് കൊണ്ട് തരും കേട്ടോ. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇന്നിത് ഒരു ഫ്ലവർ വൈസ് ഇട്ടെന്ന് ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം ഞാനൊരു ചെറിയൊരു ജ്യൂസ് കുടിച്ചു. ഇനി നമ്മൾ ഒരു മീനിലൊരു പരീക്ഷണം നടത്തുവാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ളൊരു മീനെ കിട്ടിയപ്പോഴത്തേക്ക് നമ്മളിതുപോലെ കരിമീൻ പൊള്ളിക്കില്ലേ, അതുപോലെ നമ്മൾ മസാലയൊക്കെ ഇട്ട് അവസാനം നല്ല രീതിക്കൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. മസാലയ്ക്കും മീനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കിസ്മത്ത് പരിപാടികൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. രാത്രി ടൈം ആകുമ്പോൾ എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ജേണൽ എഴുത്താണ് കേട്ടോ. അപ്പോൾ ജേണലും കൂടി എഴുതി കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഒരു ഡേ എൻ്റെ കംപ്ലീറ്റ് ആവും. അപ്പോൾ എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, എന്നാലും മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ആൾ.